10 നില കെട്ടിടം. അതിൽ ഇയാൾ 5ാം നിലയിൽ നിൽക്കുകയാണ്, 5th ഫ്ലോറിൽ. ഇയാൾക്ക് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകണം, ലിഫ്റ്റിൽ പോകണം. അപ്പൊ നോക്കുമ്പോൾ ലിഫ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഓൾറെഡി ഉള്ളത്. അപ്പൊ ഇയാൾക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ പോകണമെങ്കിൽ ലിഫ്റ്റ് മേലെ വന്നിട്ടല്ലേ താഴെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇയാൾ മേലേക്കുള്ള ആരോ പ്രസ് ചെയ്യോ താഴേക്കുള്ള ആരോ പ്രസ് ചെയ്യോ? എന്താ കാര്യം? മേലേക്ക് ഫസ്റ്റ് വരണമല്ലോ. ഓ, താങ്ക് യു. മുകളിലോട്ടുള്ളത് നമ്മ മുകളിലല്ലേ നിൽക്കണത്. എന്താ അതിന്റെ കാര്യം? അല്ല, താഴേന്ന് ലിഫ്റ്റ് മേളിലേക്ക് വരണം, എന്നിട്ട് ഞാൻ അതിൽ കയറിയിട്ട് താഴേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പൊ 5ാം നിലയില്. ഇപ്പൊ നമുക്ക് 10ലേക്ക് പോകണോ? ഇയാൾക്ക് ഗ്രൗണ്ടിലേക്ക് പോകണം. അപ്പൊ താഴത്തേക്ക് ഗ്രൗണ്ടിലുള്ളത് ഗ്രൗണ്ടിലുള്ള മേലേക്കുള്ളതിലേക്കും. ഓക്കെ. താഴേക്കുള്ള എന്താ കാര്യം? കാരണം താഴെ ആയിരിക്കും ലിഫ്റ്റ് ഉള്ളത്. സോ താഴത്തേക്ക് പോകാനായിട്ടാണെങ്കിൽ താഴെയുള്ള ആരോ വേണം പ്രസ് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമാണ് താഴത്തുനിന്ന് ലിഫ്റ്റ് മേളിലേക്ക് വരുന്നത്. മേളേക്കുള്ള ആരോ പ്രസ് ചെയ്യും. എന്താ കാര്യം? ലിഫ്റ്റ് പൊങ്ങി വന്നാലേ എനിക്ക് ലിഫ്റ്റ് വന്ന് താഴോട്ട് പോകാൻ പറ്റൂ. മേലേക്കുള്ളത് എന്താ കാര്യം? ലിഫ്റ്റ് മേലെ വന്നാലല്ലേ താഴെ പോകും. മുകളിലേക്കുള്ള ആരോ. എന്താ കാര്യം? ലിഫ്റ്റ് മേളിൽ വന്നിട്ടേ ഉള്ളൂ നമുക്ക് താഴോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, താങ്ക് യു. ലിഫ്റ്റ് വേറെ ആരും ലിഫ്റ്റ് മുകളിലേക്ക് വരുന്നില്ലെങ്കിൽ മുകളിലെ ബട്ടൺ ഞെക്കും. ഇനി ലിഫ്റ്റ് വരുന്ന മുകളിലേക്ക് മൂവ് ചെയ്യുന്ന ലിഫ്റ്റ് ആണെങ്കിൽ താഴത്തെ ബട്ടൺ. അപ്പൊ ഞാൻ അപ്പർ നിൽക്കും. എന്നിട്ട് മുകളിൽ വന്നു കഴിയുമ്പോൾ ലിഫ്റ്റിൽ കയറിയിട്ട് താഴത്തേക്കുള്ള ബട്ടൺ പ്രസ് ചെയ്യും. മുകളിലേക്കുള്ള ബട്ടൺ നിൽക്കും. എന്താ കാര്യം? മുകളിലോട്ട് വന്നാലല്ലേ താഴത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ലിഫ്റ്റ് മുകളിലോട്ട് ആദ്യം വരണ്ടേ. ഇവരെല്ലാവരും തന്നെ 12ാം ക്ലാസ് കഴിഞ്ഞവരും ചിലർ ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞവരുമാണ്. ഇതിൽ ഒരാൾ മാത്രമേ ശരി ഉത്തരം പറഞ്ഞുള്ളൂ. അതേതാണെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. തെറ്റിവരുടേതല്ല. ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മനുഷ്യന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യവും പഠിപ്പിക്കാതെ കുറെ കാണാപ്പാടം പഠിച്ചും പഠിക്കാതെയും A+ വാങ്ങിക്കുന്ന ഒരു സമ്പ്രദായമാണ്. കോളേജിൽ കയറിയാലോ രാഷ്ട്രീയം കളിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ്. ഇത് മാറ്റേണ്ടത് വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ സമരം ചെയ്യേണ്ടത് രാഷ്ട്രീയ പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി ആകരുത്. നിങ്ങൾ സമരം ചെയ്യേണ്ടത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. വിദ്യാഭ്യാസ നിലവാരം ഉയർത്താനായും കലാലയത്തിലെ രാഷ്ട്രീയം നിർത്താനുമാണ് നിങ്ങൾ സമരം ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും. അത് കുറേ വർഷം കഴിയുമ്പോൾ മനസ്സിലാവും.